ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വേൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മ്യാനി. ഞാൻ ഇന്നെത്തിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കുറേ കുർത്തീസിന്റെ കളക്ഷൻസ് കാണിക്കാനാണ്. നമുക്കിപ്പോൾ ഇതിൽ കൂടുതലായിട്ടും വരുന്നത് പാർട്ടി വെയേഴ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിന്റെ ഡീറ്റെയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമ്മളാണെങ്കിൽ മാക്സിമം ഇന്നുള്ള കുർത്തീസൊക്കെ ഡെസ്പാച്ച് ചെയ്യുവാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 2-3 ദിവസം എനിക്ക് ചിലപ്പോൾ ഷോപ്പിലൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും നമുക്ക് ഡെസ്പാച്ച് ചെറിയൊരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഇനി എല്ലാവരും ഒന്ന് ക്ഷമിച്ചോണം. എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 മന്തോളം കുഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളാണെങ്കിൽ വന്നിട്ട് ഒരു 2 മന്ത് തന്നെ ആവുന്നുള്ളൂ. പക്ഷേ എപ്പോഴും നമുക്ക് ഹെൽത്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ പ്രോബ്ലം ആയിട്ട് ഓടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡേറ്റിന് ഏതെങ്കിലും ഒരു കുർത്തി കിട്ടിയില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് ക്ഷമിച്ചോണം. നമുക്കൊരു 3-4 ദിവസത്തെ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതിന് ശേഷം കറക്റ്റ് റെഗുലറായിട്ട് നിങ്ങൾ ഓർഡേഴ്സ് ചെയ്ത കുർത്തീസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡ്രസ്സിൻ്റെ ഓരോ ഡീറ്റെയിലോട്ട് പോകാം. ഇന്ന് മാക്സിമം ഉള്ളതൊക്കെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുവാണ്. ചിലപ്പോൾ ഇനി 1-2 ദിവസങ്ങളാണെങ്കിൽ വീഡിയോസ് ഉണ്ടായി എന്ന് വരില്ല. നമുക്ക് എടുക്കേണ്ട ടൈമൊന്നും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരോ ഡ്രസ്സായിട്ട് കണ്ടിട്ട് വരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയാണ്. ടോപ്ലെസ് ദുപ്പട്ട ഹാൻഡ് ബ്ലോക്ക് ഒക്കെ ചെയ്ത് എടുപ്പിച്ച് വരുമ്പോൾ കുറച്ച് ടൈം ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അജ്രക്കിന്റെ കുർത്തീസിന് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് കുർത്തിയുടെ ലുക്ക് വരുന്നത്. ടോപ്ലെസ് ദുപ്പട്ട 1449 ഏത് കളേഴ്സ് ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇതൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളാണെങ്കിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡിന്റെ ഒരു എ ലൈൻ കുർത്തീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സ്ട്രൈറ്റ് കട്ടിൽ സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ്. സ്ലിറ്റഡ് പാറ്റേൺ കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കലംകാരി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ചെറിയ നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്നതിൽ ചെറിയ പ്രിന്റിന്റെ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരിക്കൽ ചെയ്യിപ്പിച്ചെടുക്കുന്ന പ്രിന്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു കളർ ഷെയ്ഡ് തന്നെ നെക്സ്റ്റ് കിട്ടണമെന്നില്ല. ചെറിയ രീതിയിലുള്ള പ്രിന്റിന്റെ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു കലംകാരി ഫാബ്രിക് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഡീപ്പായിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ്. സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. 1 സൈഡ് കോർണറിലായിട്ട് നമ്മുടെ കലംകാരിയുടെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട എന്ന് പറയുന്നത് 2 സൈഡിലെ കോർണേഴ്സിലായിട്ടാണെങ്കിൽ നമ്മുടെ പേച്ച് വർക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വേറെ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ലുക്കിലായിരിക്കും വന്നിട്ടുള്ളത്. ഏത് കളേഴ്സ് ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. നമുക്ക് പിന്നെ ഈ കലംകാരിയുടെ തന്നെ ഏകദേശം ഒരു 5 കളർ ഷെയ്ഡ്സോളം അവൈലബിൾ ആണ്. പെർ മീറ്റർ പ്രൈസ് വരുന്നത് 289 ആണ്. 289 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മീറ്റർ ആയിട്ടും പർച്ചേസ് ചെയ്യാൻ അവസരമുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ വിസ്കോസ് ജോർജറ്റിൽ 2-3 കളർ ഷെയ്ഡ്സിലുള്ള കുർത്തീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്ലസ് സൈസിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത്തിരി വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വിസ്കോസ് ജോർജറ്റിന്റെ 6 പീസ് പാനൽ കട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി തന്നെയാണ്. ഇതാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 50 ഇഞ്ചോളം ലെങ്തിലാണ്. സ്ലീവ് 3/4 വന്നിട്ടുള്ളത്. നെക്ക് നല്ല വൈഡ് ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള കുർത്തിയാണ്. പിന്നെ 6 പീസ് പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ 3 പീസ് ബാക്കിൽ 3 പീസ് അങ്ങനെയാണ് വരുന്നുള്ളത്. ഇപ്പോഴും 6 പീസിന്റെ പാനൽ എന്താണ് അല്ലെങ്കിൽ 12 പീസിന്റെ പാനൽ എന്താണെന്ന് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ പ്രിൻസസ് കട്ടിട്ട് ചെയ്യുന്ന കുർത്തിയും നമുക്ക് 3 പീസ് പാനൽ പോലെ തോന്നും. പക്ഷെ 3 പീസ് പാനൽ അല്ല. ആക്ച്വലി പാനൽ എന്ന് പറയുമ്പോൾ 6 പീസിന്റെ ഇത്രയും ഫ്ലെയർ വരും. കണ്ടോ, നമുക്കാണെങ്കിൽ ഈ ലൈൻ കുർത്തിയിൽ വരുന്ന ഡോട്ട് കട്ടിനാണെങ്കിൽ അത്രയും നമ്മുടെ ഫ്ലെയർ വരത്തില്ല. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് നോക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ നോക്കണം. 6 പീസ് പാനൽ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ കട്ടിംഗ് ആണ്. നമുക്ക് താഴത്തെ പോർഷനിൽ ഇത്രയും ഫ്ലെയർ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ റേറ്റിനും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. പാനൽസ് കൂടുന്തോറും റേറ്റും കൂടുതലാണ് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏകദേശം 6 കളർ ഷെയ്ഡ്സോളം അവൈലബിൾ ആണ്. ഏകദേശം എല്ലാം നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട്. കൂടുതലായിട്ട് ആർക്കെങ്കിലും ഇത് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. പ്രൈസ് വരുന്നത് 1600 രൂപയാണ് കുർത്തിയുടെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ്. നമ്മുടെ ഞാറക്ക കളർ എന്നൊക്കെ പറയത്തില്ല. ഇപ്പൊ ഞാൻ ഈ വെറുതെക്കുന്നതും ആ ഒരു തരത്തിലുള്ള കുർത്തിയാണ്. അനാർക്കലിയാണ്. പക്ഷെ ഇത് വന്നിട്ടുള്ളത് പാനൽ കട്ട് കുർത്തിയാണ്. നെക്ക് ലൈൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഹെവി ഹാൻഡ് ബുക്കിൽ സ്റ്റോൺസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് കുർത്തിയുടെ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഓപ്പൺ ലുക്ക് ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് കുർത്തിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഫുൾ ഹെവി ഹാൻഡ് ബുക്കിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഫുൾ സ്ലീവില് സെയിം ഹാൻഡ് വർക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കുന്തൻ സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഒക്കെ വരുന്നുണ്ട്. സ്ലീവ് ട്രാൻസ്പെറന്റ് ആണ്. 60 പീസ് പാനൽ കട്ടിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈസ് അനുസരിച്ച് നമുക്ക് പാനൽസിന് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. സ്മോൾ സൈസിലെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ
സൈസുകാരൊക്കെ ആകുമ്പോഴത്തേനും നമുക്കാണെങ്കിൽ മാക്സിമം ഒരു 60 തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾക്കാണെങ്കിൽ സൈസ് കൂടുന്നതനുസരിച്ച് പാനൽസ് എത്ര ആണെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കുർത്തിയുടെ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ ഒരു ദുപ്പട്ടായും അവൈലബിൾ ആണ്. 2 സൈഡ് ബോർഡേഴ്സോട് കൂടിയുള്ള സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് കുർത്തി വരുന്നത്. ഇതാണ് കുർത്തിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഏത് കളേഴ്സ് ആണെങ്കിലും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. നമുക്ക് സാധാരണ ഇത്രയും ഹെവി ഹാൻഡ് വർക്കോട് കൂടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 3200 ആ ഒരു റേഞ്ച് മുതലാണ്. പിന്നെ റേറ്റ് നമുക്കാണെങ്കിൽ വർക്കിന്റെ ചേഞ്ച് അനുസരിച്ചിട്ടും സൈസ് അനുസരിച്ചിട്ടും റേറ്റ് ചേഞ്ച് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതും ഒരു അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്തിയാണ്. ഇതാണ് നെക്കിന്റെ ഹാൻഡ് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് നല്ല ഹെവി ഷുഗർ ബീഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നെറ്റിന്റെ സ്ലീവ് ഒക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കുർത്തിയുടെ ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഫുൾ സ്ലീവ് ആണ് കേട്ടോ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. ഇതാണെങ്കിൽ ഒരു നെറ്റിന്റെ ഫാബ്രിക്കാണ് സ്ലീവിനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി വെയർ ആണ്. അനാർക്കലി സ്റ്റൈലാണ്. നെക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിലാണ് ഈ ഹെവി ഹാൻഡ് വർക്ക് വരുന്നത്. ഇതിന്റെ ഏത് കളേഴ്സ് ആണെങ്കിലും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. അപ്പോൾ പ്രൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 3500 ആ റേഞ്ച് മുതലാണ്. ഫുൾ ഫ്ലെയർ അനാർക്കലിയാണ്. നല്ല ഫ്ലെയർ വരുന്നുണ്ട്. എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒത്തിരി വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഷെയ്ഡ്, റെഡ് ഷെയ്ഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ആണ്. നെക്കില് നല്ല ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു കണ്ടില്ലേ എ ലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത്. സ്ലീവിന്റെ എൻസിലായിട്ടും സെയിം ഹാൻഡ് വർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല റിച്ച് ആൻഡ് ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത്. നെക്കിന്റെ 2 ഷോൾഡർ പോർഷനിലും ഈ ഒരു വർക്ക് തന്നെ വരുന്നുണ്ട്. എല്ലാ കളേഴ്സും കസ്റ്റമൈസേഷൻ ഉണ്ട്. ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ്, വൈൻ ഷെയ്ഡ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ കാണിക്കുന്ന കുർത്തീസ് ഒക്കെ പ്രീ ബുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 25 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ എടുത്തിട്ടുള്ള കുറേ പേർക്ക് കുർത്തീസ് ആണെങ്കിൽ ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ ഉള്ളതുകൊണ്ട് ആൾക്കാർക്കൊക്കെ പേടിയാണ്. നമ്മൾ പറയുന്ന ഡേറ്റിലൊന്നും കുറച്ച് ദിവസം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട. നമ്മൾ ജെന്യുവനായിട്ട് നടത്തുന്ന ബൊട്ടിക്കാണ്. കുറച്ച് ദിവസം എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ കുറച്ച് ഡിലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലധികം ഓർഡേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില ഫാബ്രിക് സോൾഡ് ഔട്ട് ആവും. അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ പറയുന്നതിലൊന്നും 1 or 2 വീക്കൊക്കെ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രോഡക്റ്റ് സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലോട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആരും പേടിക്കേണ്ട. ഉടനെ തന്നെ കുർത്തീസൊക്കെ നിങ്ങളുടെ കൈകളിലോട്ട് കിട്ടും. അജ്രക്കിനാണ് നമുക്ക് കൂടുതൽ ഡിലേ വരാൻ ചാൻസ് ഉള്ളത്. എങ്കിലും മാക്സിമം നമ്മൾ വേഗത്തിൽ കൊടുക്കാനാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു കുർത്തീസിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 25 ആയിരിക്കും. അപ്പം ആ ഒരു ഡേറ്റിന് ഓക്കെ ആണെന്നുള്ളവർ മാത്രം കസ്റ്റമൈസ് ചെയ്യുക. അതൊരു അടിപൊളി അനാർക്കലിയാണ്. നല്ല ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്ലെയിൻ ഹാൻഡ് വർക്ക് ഒന്നും വരാതെ മിറർ വർക്ക് മാത്രം വന്നിട്ടുള്ള ഒരു അനാർക്കലിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് ലുക്ക് വരുന്നത്. അജ്രക്കിന്റെ പേസ്റ്റ് കൊടുത്തിട്ട് ഫുൾ ഷോ മിറേഴ്സ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അനാർക്കലി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം 49 ഇഞ്ചസോളാണ് ലെങ്ത് വരുന്നത്. നല്ല ഫ്ലെയർ ആണ്. ഫുൾ ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. ഏത് കളേഴ്സ് ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു അജ്രക്കിന്റെ തന്നെ ഒരു എ ലൈൻ കുർത്തി പ്ലസ് ദുപ്പട്ടയാണ്. നമ്മൾ ഇതിന് മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു ഇത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ്. സ്ലീവ് സെയിം നമ്മുടെ ജോർജറ്റിന്റെ ഫാബ്രിക്കിൽ സ്ലീവിന്റെ എൻസിലായിട്ടാണ് അജ്രക്കിന്റെ ബോർഡേഴ്സ് കൊടുത്തിട്ടുള്ളത്. സെയിം ഫാബ്രിക്കിന്റെ തന്നെ ദുപ്പട്ടയാണ്. അതായത് ജോർജറ്റിൽ അജ്രക്ക് മിക്സ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. വെയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. നല്ല എലഗൻറ്റ് സ്റ്റൈലാണ്. ഇതിന്റെ 2-3 കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇൻഡിഗോ, ഓറഞ്ച്, ബ്ലാക്ക് അങ്ങനത്തെ കുറച്ച് കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. 1550 മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്യുവർ ഹാൻഡ് ബ്ലോക്ക് വന്നിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇതിന് മുൻപ് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമുക്ക് ഫാബ്രിക് ഇല്ലായിരുന്നു. ഇപ്പോൾ 2-3 കുർത്തീസിനോട് അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും കൊടുക്കുന്നുള്ളത്. ഇതിന്റെ പേരായിട്ട് വന്നിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു ഷിഫോണിന്റെ ഷോളിൽ 2 സൈഡ് ബോർഡേഴ്സ് ആണ്. വൈറ്റ് കളർ നമ്മളിത് വെച്ചിട്ടില്ല. ഇനിയാണ് ആഡ് ചെയ്യാനായിട്ട് ക്രോഷറ്റ് ലേസ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കുറിയുടെ ലുക്ക് വരുന്നുള്ളത്. ഇതുപോലെ ഹാൻഡ് ബ്ലോക്കിന്റെ പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കിൽ വരുന്ന ഒത്തിരി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, കമന്റ് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നതായി. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഈ വെറുതെക്കുന്ന കുർത്തിയാണ്. ഇതിന്റെ ഒത്തിരി കളേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതിന്റെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പ്രീ ബുക്കിംഗ് ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യും. ഇനി നമുക്ക് കാണിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുർത്തീസാണ്.
എങ്കിലും കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. അജ്രക്കിന്റെ ഫാബ്രിക്കിൽ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ്. നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ലെങ്ത് 48-49 ഇഞ്ചസോളം വരുന്നുണ്ട്. സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവിന്റെ എൻസിലായിട്ട് സെയിം അജ്രക്കിന്റെ പേച്ച് തന്നെ കൊടുത്തിട്ടുള്ള ഒരു സ്ലീവാണ്. നല്ല ഭംഗിയാണ്. 1550 മുതലാണ് നമുക്ക് അജ്രക്കിന്റെ പാനൽ കട്ട് കുർത്തീസ്, അതായത് പ്യുർ അജ്രക്കിന്റെ പാനൽ കട്ട് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഈ ഒരു പ്യുർ അജ്രക് ഫാബ്രിക് കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത ഫാബ്രിക്കാന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ അറിയുന്നുള്ളവർ മാത്രം അജ്രക്കിന് പ്യുർ ഫാബ്രിക് പർച്ചേസ് ചെയ്യുക. വെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കളർ എന്ന് പറയുന്നത് എപ്പോഴും ഡൾ ഫിനിഷ് ആയിരിക്കും. ഫാബ്രിക് എന്ന് പറയുന്നത് പ്യുർ കോട്ടണിൽ ഒരു എന്താ പറയുക, നമ്മുടെ വെജിറ്റബിൾ കോട്ടൺ ആണ് പ്യുർ അജ്രക്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആ ഒരു എടുപ്പ് ഇതിന് ഉണ്ടാവില്ല. പക്ഷേ വേറെ ചെയ്യാനാണ് ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറയുന്നത്. അറിയുന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യും. ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇനി കാണിച്ചതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും. ഞാൻ കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ടേക്ക് പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.